ആത്മീയ ജീവിതത്തിൽ കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ പിടികൂടാൻ സാധ്യതയുള്ള ഒരു ആത്മീയ അഹങ്കാരമുണ്ട്. ഞാൻ അറിയുന്നത് ദൈവത്തെയാണ്, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെയാണ് എനിക്കറിയാവുന്നത്. അപ്പം ഞാൻ ദൈവവുമായി ബന്ധപ്പെട്ട നോളജാണ് എൻ്റെ തലയിലേക്ക് വരുന്നത്. അത് ഇത്രയും മനുഷ്യരുണ്ടായിട്ടും അവർക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത നോളജാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള മനുഷ്യരെക്കാളും ഉയർന്ന ഒരാളാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടായി തുടങ്ങിയാൽ നമ്മൾ ആത്മീയ അഹങ്കാരത്തിലേക്ക് പോയി. ഇനി അതുപോലെ തന്നെ ശിഷ്യന്മാർ ഒരിക്കൽ പറയുന്നുണ്ട്, നമ്മൾ ഇവരെ തീയിറക്കി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ശിഷ്യന്മാരെ മുൻപ് അത്ഭുതങ്ങൾ കാണുകയും അവർ അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ടെന്ന്, അവർക്ക് പലതും ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവരത് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് താല്പര്യം തോന്നാത്ത, അവരുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മനുഷ്യന്മാർക്കെതിരെ അവരതേ ഒരു കൃപ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈശോ അവരെ ശാസിക്കുന്നുണ്ട് അല്ലേ. അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വരദാനങ്ങൾ, ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ള വരം തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എനിക്കിപ്പോൾ സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റും, ഒരു വ്യക്തിയെ മാനസികമായിട്ട് മുറിപ്പെടുത്തി അയാളെ പരാജയപ്പെടുത്തി അയാളെ ഒന്നും അല്ലാതാക്കാൻ പറ്റും, കാരണം എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. പക്ഷേ ദൈവം തന്ന ആ കൃപ, ആ ഒരു വരദാനം, അത് ഞാൻ നന്മയായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വാക്ചാതുര്യം ഉപയോഗിച്ചിട്ട് അപ്പുറത്തെ ആളെ മുറിപ്പെടുത്താൻ എനിക്ക് പാടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഇടപെടുന്ന സമയത്ത് ഈ വാക്ചാതുര്യം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ സംസാരിക്കാനുള്ള എൻ്റെ ശേഷി ഉപയോഗിക്കാനോ പാടില്ല. ആവശ്യമില്ലാതെ ഉപയോഗിക്കുക എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ആവശ്യമുള്ളത് നിങ്ങൾ സംസാരിക്കണം. അത് ദൈവം ഒരു വരദാനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ടെങ്കിൽ അത് തിന്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി അതൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് ഇപ്പൊ നമുക്ക് പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റും, വിഷൻസ്, ഡ്രീംസിലൂടെ മെസ്സേജ് കിട്ടുന്നു. ഇതെല്ലാം ദൈവം തന്നാലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെക്കാളും മോശം ആളുകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാം, മറ്റുള്ളവരും അത്ര പോരാത്തവരാണ്, പള്ളി വരാത്തവൻ മോശക്കാരനാണ്, പ്രാർത്ഥിക്കാത്തവൻ മോശക്കാരനാണ്, മദ്യപാനി മോശക്കാരനാണ്, ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഒരിക്കലും മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ട ഒരാളാണ് നിങ്ങളെന്ന് ചിന്തിക്കരുത്. ദൈവം തന്നതുകൊണ്ടല്ലേ, ദൈവം വിളിച്ചത് കൊണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം ഒരു ദാനമാണ്. ഒരു വൃത്തിന്റെ മനോഭാവത്തോടെ കൂടെ നിൽക്കണം. കുറച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പാപികൾ. വീട്ടിലുള്ള പള്ളിയിൽ പോകാത്ത അനിയൻ പാപി, കുടുംബ പ്രാർത്ഥന എത്തിക്കാത്ത അപ്പം പാപി, മദ്യപിക്കുന്ന ജീവിതം, എല്ലാവരും പാപി, ഞാൻ മാത്രം നല്ല ആള്, അങ്ങനെ ചിന്തിക്കും. കാരണം നിങ്ങളെക്കാൾ ദൈവം ചിലപ്പം അവരെ ആയിരിക്കും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. യേശു ചിലപ്പോൾ അവരുടെ പുറകെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ദൈവം വില കൊടുത്ത് വാങ്ങിയ ആത്മാക്കളാണ് ഓരോ മനുഷ്യരും. അവനെ വില കുറച്ച് കാണാൻ നമുക്ക് അധികാരമില്ല. ഒരു ദൈവ മനുഷ്യൻ, ഒരു ദൈവം ഉള്ളിലുള്ള മനുഷ്യൻ ഒരു മനുഷ്യനെയും വില കുറച്ച് കാണില്ല. അത് ചിലപ്പോൾ കുറവുള്ളവരാ, കഴിവില്ലാത്തവർ ആര് തന്നെ ആണെങ്കിലും ഒരു മനുഷ്യനെയും വില കുറച്ച് കാണാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. അത് നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും. കാരണം ആ മനുഷ്യനും കൂടെ വേണ്ടിയാണ് ക്രിസ്തു ഇത്ര അധികം പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഒരു രക്ഷാകര പദ്ധതി നടത്തിയിട്ടുള്ളത്. സോ ദൈവം വിലമതിക്കുന്ന ഒരു ആത്മാവിനെ നിങ്ങൾ കുറച്ച് സ്പിരിച്വാലിറ്റിയിൽ വളർന്നു എന്നതിന്റെ പേരിൽ വില കുറച്ച് കണ്ടാൽ നിങ്ങളുടെ അഭിഷേകത്തിനെ അത് ബാധിക്കും.